നിങ്ങൾ എറണാകുളത്ത് നിന്ന് എപ്പോഴായിരുന്നു തിരുവനന്തപുരം വരുന്നത്? ഏകദേശം ഒരു 10 കൊല്ലമായിട്ടുണ്ടോ. 10 കൊല്ലമായിട്ടുണ്ടാവും. ഈ ഹോളോ ബ്രിക്സിന്റെ ബിസിനസ് ചെയ്യാനായിട്ടാണോ വന്നത്? അല്ല, ക്ലേന്റെ ഇത് ചെയ്യാനായിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോ ബിസിനസ് മാറിപ്പോയി, സ്ഥലം മാറിയപ്പോ ബിസിനസ് മാറി. ഈ ബിസിനസിന് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ബിസിനസിന് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്നാ വിചാരിക്കുന്നത് എറണാകുളത്ത്? ക്രെയിൻഫീൽഡ് ഇനിയുള്ള കാലത്ത് മിഷനറി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇന്നിപ്പോ ഒരു ലേബറെ പോലും കിട്ടാനില്ല, എല്ലാം മിഷനറി ഉപയോഗിച്ചാണ്. ശരിയാണ്. അതുപോലെ ഈ നമ്മൾ അത്രയും ഈ കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ ലീഡ് ചെയ്യാനും കൊണ്ടുപോകാനും ക്രെയിൻ അല്ലാതെ വേറെ നിവൃത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് ഫസ്റ്റ് ക്രെയിൻ കൊടുക്കുന്നത്. ഇതേപോലെ എൻ്റെ അടുത്ത് ഒരു പാർട്ടി വിളിച്ചിട്ട് ഹൈഡ്ര വേണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് സംഭവം പോലും അറിഞ്ഞുകൂടായിരുന്നു, ഈ ക്രെയിൻ എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പേര് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ സ്പെല്ലിങ് എഴുതിയെടുത്തിട്ട് ഇത്ര ടൺ കപ്പാസിറ്റി എന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എറണാകുളത്ത് നിന്ന്, അപ്പോൾ തിരുവനന്തപുരത്ത് ക്രെയിൻ ഇല്ല, കേരളത്തിൽ തന്നെ ആകെ 32 വണ്ടി എന്തോ ഉള്ളൂ. അങ്ങനെ എറണാകുളത്ത് അന്വേഷിച്ചപ്പോൾ ഒരു പാർട്ടി പറഞ്ഞു വണ്ടി തരാമെന്ന് പറഞ്ഞു, ഹൈഡ്ര തരാമെന്ന് പറഞ്ഞു. അത് എയർപോർട്ടിൽ വർക്ക് എടുത്ത ഒരു സീതാറാം കമ്പനിക്ക് വേണ്ടിയാണ്. ഇപ്പം ചെയ്തിട്ടില്ലേ അതിൻ്റെ ആ കമ്പനിയുടെ ഓണർ, പുള്ളി മലയാളിയാണ്, പൂനെയിലാണ് ബിസിനസ്, തിരുവനന്തപുരത്ത് ഫസ്റ്റ് ആയിരുന്നു. പുള്ളിയെ ഇതുപോലെ വണ്ടി ഉണ്ടോയെന്ന് പുള്ളിയുടെ സബ് എടുത്ത പാർട്ടിയാണ് വണ്ടി ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഉണ്ട്, എൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ കമ്പനിയുടെ മാനേജറാണെന്നൊക്കെ പറഞ്ഞ് ഒരു വണ്ടി കൊടുക്കായിരുന്നു. അങ്ങനെ കൊടുത്ത് നമ്മളവിടെ ഒരു വണ്ടി കൊടുത്തു. ഞാൻ ഒരു മാർജിൻ ഇട്ട് പുള്ളിക്ക് സപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു വണ്ടി കൊടുത്ത്, 2 വണ്ടി കൊടുത്ത്, അങ്ങനെ എയർപോർട്ടിൽ 15 വണ്ടി കൊടുത്ത്. ഹൈഡ്ര 2 വലിയ ക്രെയിൻ, ഒരു 80 ടൺ ക്രെയിൻ, ഒരു 50 ടൺ ക്രെയിൻ. അപ്പോൾ കേരളത്തിൽ ക്രെയിൻ കമ്പനി എന്ന് പറഞ്ഞാൽ വലുതായിട്ട് 4 പേരുള്ളൂ, എറണാകുളം ബേസ്. അവരൊക്കെ വലിയ എല്ലാം ഭയങ്കര ടോപ്പാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ ക്രെയിൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതുപോലെ അന്വേഷിച്ചപ്പം ഇവരൊക്കെ ഭയങ്കര റേറ്റ് പറഞ്ഞു. ഒരു മാസം 50 ടൺ ക്രെയിന് 10 ലക്ഷം രൂപയാണ് പറഞ്ഞു. ഒരു മാസം. ഞാൻ അങ്ങനെ എയർപോർട്ടിൽ സപ്ലൈ ചെയ്ത് തുടങ്ങി, എല്ലാം വാടകയ്ക്ക് എടുത്ത്. എയർപോർട്ടിൽ സപ്ലൈ ചെയ്ത ഈ ക്രെയിൻസ് ഒക്കെ എവിടുന്നാണ് എടുത്തത്? ഞാൻ എറണാകുളത്ത് നിന്ന് എടുത്തു, ചെറിയ എറണാകുളത്ത് നിന്ന് എടുത്തു. നമ്മുടെ ലേബിൾ വെച്ചിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. കൊള്ളാലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബോംബെ പോയി, വലിയ ക്രെയിൻ ബോംബെ നിന്ന് പിന്നെ പർച്ചേസ് ചെയ്ത് നമ്മള്. അപ്പൊ ഇത് മൊത്തം കറങ്ങി എന്താ പറയാ പെറുക്കി എടുക്കാന്ന് പറയാ. പല സ്ഥലത്തുനിന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്യായിരുന്നു. വലിയ ക്രെയിനെല്ലാം ഇവിടെ 10 ലക്ഷം രൂപ, അവിടെ 2 ലക്ഷം 2.5 ലക്ഷം രൂപ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ജോബ് വിളിച്ച് അങ്ങനെ വൻകിട കമ്പനിക്കാരായിട്ട് ബന്ധം വന്നു. ഇവിടെ ബ്ലൂ സ്റ്റാർ, അതിൻ്റെ അകത്ത് ബ്ലൂ സ്റ്റാർ കമ്പനിയാണ്. പിന്നെ AC വർക്കെല്ലാം അങ്ങനെ വലിയ കമ്പനിക്കാരായിട്ട് ബന്ധം വന്നപ്പോൾ ഓരോരുത്തർ ഓരോ വർക്ക് ഇതുപോലെ ചെയ്യാൻ വിളിച്ചു. ഇത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇതൊരു ആക്സിഡന്റ് ആണ്. ഈ ബിസിനസ്സിന് നിങ്ങൾ ചിന്തിച്ചില്ല, ബട്ട് ഈ ബിസിനസ്സിൽ എത്തിപ്പെട്ടു. അപ്പൊ ഇതില് നിങ്ങൾക്ക് ആർക്കാണ് നന്ദി പറയണമെന്ന് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ന് നല്ല രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ, ഈ ബാക്ക് ലൈഫ് നോക്കുമ്പോ, ഈ ബിസിനസ്സിൽ എത്തിപ്പെടുമ്പോ തീർച്ചയായിട്ടും ഒരു വ്യക്തി ഉണ്ടാവും, ആർക്കെങ്കിലും ഈ വ്യക്തിക്ക് വേണം ഞാൻ നന്ദി പറയാൻ എന്ന് തോന്നുന്ന വ്യക്തി ആരാണ്? ശരിക്കും ഇതിലൊക്കെ എനിക്ക് കൂടുതലും ഇത് തന്നത് സീതാറാം കമ്പനിയുടെ മുതലാളിയാണ്, ഒരു സന്തോഷ് ബി നായർ എന്ന് പറയും. പുള്ളിയാണ് എനിക്ക് ശരിക്കും ഈ ഫീൽഡിലേക്ക് എനിക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നു. ഇതിലേക്ക് കാരണക്കാരൻ ഒരു പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിലേക്ക് വരാനുള്ള കാരണം. ബിക്കോസ് നമ്മൾ ചിന്തിക്കാതെ തന്നെ ആരോ എപ്പോഴോ പറഞ്ഞ ഒരു ചെറിയൊരു ഐഡിയ നമ്മുടെ ജീവിതത്തിന് മാറ്റിയിരിക്കും. പക്ഷെ അവര് പറഞ്ഞത് മറന്നിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും. ശരിക്കും പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എൻ്റെ പോലെ വണ്ടി വേണമെന്ന് പറഞ്ഞത്. പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. പക്ഷെ സന്തോഷ് ബി നായരാണ്, പുള്ളിയാണ്. അതെ, പുള്ളി പലരും പല റേറ്റ് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാലും എനിക്കൊരു വണ്ടിയിൽ 20,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അത് അറിയായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കും എത്ര രൂപ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന്. ഞാൻ പറയും സാറേ എനിക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്, കറക്റ്റായിട്ട് പറയും. അതാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ ക്രെയിൻസ് ഒക്കെ നിങ്ങൾ ഇപ്പോഴും വന്നിട്ട് വാടകയ്ക്കാണ് എടുത്ത് കൊടുക്കുന്നത്? അല്ല, ഇപ്പൊ എല്ലാം സ്വന്തം. ഇപ്പൊ എത്ര ക്രെയിൻസ് ഉണ്ട്? 5 വണ്ടിയുണ്ട്. 5 വണ്ടിയുണ്ട്. എത്ര ടൺ കപ്പാസിറ്റിയാണ് ക്രെയിൻസ് ഒക്കെ? നമ്മുടെ ഇപ്പോൾ 12 ടൺ 2 14 ടൺ 3 14 ടൺ. ഇപ്പൊ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഈ ആഴ്ച വരും. അത് F50 എന്ന് പറയും.
അത് എത്ര അത് 20 ടൺ കപ്പാസിറ്റി ഉണ്ട്. 20 ടൺ കപ്പാസിറ്റി. ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ഒരു തൊഴിൽ തുടങ്ങി ഇന്നിപ്പോ ക്രെയിനിന്റെ ഒക്കെ ഓണേഴ്സ് ആവാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്ക് ലൈഫ് നോക്കുമ്പോൾ ലൈക്ക് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്? ബിക്കോസ് ഒത്തിരി ബിസിനസ്മാൻ്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഹിസ്റ്ററി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവർ ഉറക്കമില്ലാതെ അല്ലെങ്കിൽ ശരിക്കും ഊണില്ലാതെ അവർ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഓടി നടന്നിട്ടാണ് ബിസിനസ്സിൽ ഒരു സ്ഥലത്തേക്ക് അവർ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ബാക്ക് ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു ഈ ബിസിനസ്സിൽ സക്സീഡ് ആവാൻ വേണ്ടിയിട്ട്? ഇത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഫോണിൽ 24 മണിക്കൂർ ഓണായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഹൈവേയിൽ എവിടെ ആക്സിഡൻറ്റ് കിടന്നാലും അപ്പം തന്നെ നമ്മൾ കോൾ ചെയ്യും. ഏത് രാത്രിയായാലും നമ്മൾ പോയി ഈ ആക്സിഡൻ്റ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം തന്നെ നമ്മൾ വണ്ടികൾ പുള്ളി ചെയ്ത് മാറ്റും. അതുപോലെ എപ്പോൾ വിളിച്ചാൽ വണ്ടി താന്നു പോയെന്ന് പറഞ്ഞ് വിളിച്ചാലോ ഇപ്പം നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് വെളുപ്പിനെ വന്നോളൂ ശരിക്കും പറഞ്ഞു. ശരി. ഇപ്പൊ നമ്മൾ ഹൈ റൈസ്ഡ് ബിൽഡിങ്സ് ഒക്കെ കാണാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 5 സ്റ്റാർ ബിൽഡിങ്ങോ അല്ലെങ്കിൽ എലിവേറ്റഡ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, ഒരു 13, 14, 15 ഫ്ലോർസ് ഒക്കെ. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് അവിടെ തന്നെ സെറ്റ് ചെയ്ത് ക്രെയിൻ സെറ്റ് ചെയ്തിട്ട് ഈ മറ്റേ നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ്സ് മാർബിൾസ് ഇങ്ങനെയൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ആ ക്രെയിനിന്റെ പ്രത്യേകിച്ച് എന്താണ് പേര്? അതിന് ടവർ ക്രെയിൻ എന്ന് പറയും. ടവർ ക്രെയിൻ. അത് മൂവബിൾ അല്ല. അത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യണം. ആ ക്രെയിൻ സെറ്റ് ചെയ്യണം നമ്മൾ ഇവിടെ SFSലാണ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത്. അപ്പൊ അത് ആ ക്രെയിനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തിട്ടുണ്ട്. SFSൽ ചെയ്തിട്ടുണ്ട്, ശ്രീധന്യ ചെയ്തിട്ടുണ്ട്. ഈ ടവർ ക്രെയിൻ എന്ന് പറയുന്നത് മാക്സിമം എത്ര ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാവും, എത്ര ഹൈറ്റ് ഉണ്ടാവും? പല ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു പ്രത്യേക തരത്തിലുള്ള 2-3 ക്രെയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ടവർ സെറ്റ് ചെയ്തിട്ട് അതിന്ന് അവർ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് ചെയ്ത് ആ പ്രൊജക്ഷന്റെ എൻഡിലാണ് ക്യാബിൻ ഉള്ളത്. അവിടെ നിന്നാണ് ഡ്രൈവർ വന്നിട്ട് ഇതിനെ ആക്ച്വലി അവർ വന്നിട്ട് ആക്സസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് തരത്തിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ക്രെയിൻ വെച്ച് ഇപ്പൊ നമ്മൾ ചെയ്യണത് എന്ന് വെച്ചാൽ ഈ ടവർ ക്രെയിനെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാം 100 ടണ്ണിന്റെ ക്രെയിൻ ഉണ്ട്. എറക്ഷൻ മാത്രം ചെയ്ത് കൊടുക്കും. എറക്ഷൻ അതുപോലെ ഈ മെഷീനറീസ് ലീഡിങ്, പിന്നെ ഈ കൂടുതൽ നമ്മൾ ഈ ചില്ലറും ട്രാൻസ്ഫോമർ ജനറേറ്റർ. ഈ ഇപ്പം നമുക്ക് ഈ ചില്ലേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ AC യൂണിറ്റ്സ് ഒക്കെയാണ്. ചില്ലേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ എത്ര ഹൈറ്റിൽ നിങ്ങൾ കൊണ്ട് വെച്ച് കൊടുക്കും? എത്ര ഹൈറ്റ് വേണമെങ്കിലും കൊണ്ടുപോകും. എത്ര ഹൈറ്റ് എന്നുവെച്ചാൽ ട്രിവാൻഡ്രത്തിൽ വലിയ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ഇല്ല. അതുകൊണ്ടല്ല, ഇവിടെ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ട്, 20 നിലയുടെ മുകളിലുള്ള ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ 12 ടൺ ഓർ 14 ടൺ ക്രെയിൻ എന്ന് പറയുന്ന സംഭവം എത്ര ഹൈറ്റ് ബിൽഡിംഗ് കയറ്റാൻ പറ്റും നിങ്ങൾക്ക്? ഈ 14 ടണ്ണുള്ള ഹൈറ്റുള്ള വലിയ ബിൽഡിംഗ് ഇല്ല. അത് കൂടുതൽ വന്നൊരു 42 ഫീറ്റ് അത്ര ഹൈറ്റ് ഉള്ളൂ. അതെ. നമ്മൾ 100 ടണ്ണിന്റെ ഒരു ക്രെയിൻ നമ്മൾ മന്ത്ലി റെന്റിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തമല്ല, മന്ത്ലി റെന്റിനുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മറ്റേ മെഡിക്കൽ കോളേജില്ലേ, മെഡിക്കൽ കോളേജിന്റെ മുകളിൽ 6 നിലയുടെ മുകളിൽ നമ്മൾ ബ്ലൂ സ്റ്റാറിന്റെ 3 ചില്ലർ കയറ്റിയിട്ടുണ്ട്. 6 നിലയുടെ മുകളിൽ. പിന്നെ മലബാർ ഗോൾഡിന്റെ മുകളിൽ 11 നിലയുടെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. കൊല്ലം. അതിപ്പോ അടുത്ത് ചെയ്ത്